എന്തിനാ അമ്മ കരയുന്നേ? ഒന്നുമില്ല മാളു. ഒന്നും ഇല്ലാണ്ടാണോ കരയുന്നേ? അമ്മ ഒറ്റയ്ക്കായി പോയെന്നൊരു തോന്നൽ. അമ്മയ്ക്ക് ഞങ്ങളും ഇല്ലേ കൂടെ? പിന്നെന്താ ഒറ്റയ്ക്കാണെന്ന് പറയണേ? ഇത്രയും ദിവസം നിങ്ങളുടെ അച്ഛമ്മ കൂടെയുള്ളപ്പോ ഒരു ധൈര്യമായിരുന്നു. പക്ഷെ ഇപ്പൊ അച്ഛമ്മയും. അമ്മ വിഷമിക്കാതെ അമ്മ, ഞങ്ങളൊക്കെ കൂടെയില്ലേ. അന്നൊരു കാര്യം ചെയ്യാം, അമ്മമ്മയോട് ഇവിടെ വന്ന് കുറച്ച് ദിവസം നിൽക്കാൻ പറയാം. വേണ്ട, ഇവിടെ നടക്കുന്ന ഒരു പ്രശ്നങ്ങളും എൻ്റെ അച്ഛനും അമ്മയ്ക്കും അറിയില്ല. അവരോട് നിങ്ങളായിട്ട് ഒന്നും പോയി പറഞ്ഞേക്കല്ലേ. അവരേല് സമാധാനമായിട്ടിരിക്കട്ടെ. അമ്മ ഇങ്ങനെ ഇരിക്കുന്ന കുഞ്ഞായ്ക്ക് ഒട്ടും നല്ലതല്ല. എന്താ അച്ഛാ? ഞാൻ നിങ്ങളുടെ അമ്മേനൊന്ന് കാണാൻ വന്നതാ. സകല കള്ളങ്ങളും പൊളിഞ്ഞിരിക്കല്ലേ. ഞാൻ കൺകുളിർക്കെ ഒന്ന് കാണട്ടെ. അച്ഛനൊന്ന് പോയാച്ചാ. എടാ മോനെ, ഈ ലോകത്ത് നിന്റെ അമ്മയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ഞാനാ. അവള് തന്നെ എന്റെ സ്നേഹം വെറുപ്പാക്കി. പിന്നെ അച്ഛൻ ചെയ്തെല്ലാം നല്ല കാര്യങ്ങളാണോ? അച്ഛനല്ലേ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്ത്? നീ പറഞ്ഞോ, അച്ഛൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ ചെയ്യും. നിങ്ങൾ ഒന്നില്ലെങ്കിൽ അമ്മ ഇവിടെ നിന്ന് ഇറക്കി വിടണം, അല്ലെങ്കിൽ അമ്മ തന്നെ തനിയെ പോണം. ഇത് രണ്ടും നടക്കുമെന്ന് അച്ഛൻ സ്വപ്നം കണ്ട. നടക്കും, അല്ലെങ്കിൽ മോഹനം നടത്തും. എന്നെ ഇങ്ങനെ ദ്രോഹിച്ചിട്ട് എൻ്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലെന്ന് അറിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? തെറ്റില്ലേ? എങ്കിൽ നീ പറ, നീ രാത്രി ആരെ കാണാൻ പോയെന്ന്? അത് നിനക്ക് പറയാൻ വയ്യ. അതെന്താടി നിനക്ക് ആരോടും പറയാൻ പറ്റാത്തത്? അപ്പൊ അതാരാ? ഇന്ന് ഞാൻ നിന്റെ അമ്മയെ വിളിക്കുന്നുണ്ട്, അവരും അറിയട്ടെ മകളുടെ മഹത്വം. നമുക്കിടയിലെ പ്രശ്നമൊക്കെ എന്തിനാണ് എൻ്റെ അച്ഛനും അമ്മയൊക്കെ വിളിച്ചു പറയുന്നത്? അവരും അറിയണം. ചിലപ്പോ അവര് പറഞ്ഞാലോ നീ ആരെ കാണാൻ പോകുന്നെന്ന്. അച്ഛാ, അമ്മ ഇപ്പൊ ആരുടെ അടുത്തും ദ്രോഹം ചെയ്യാതിരിക്കല്ലേ? അമ്മയുടെ വഴിക്ക് വിട്ടൂടെ? അവളല്ലേലും അവളുടെ വഴിക്ക് തന്നെ ആണല്ലോ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഇപ്പൊ ഈ പറയുന്നതിനും ചെയ്യുന്നതിനൊക്കെ പശ്ചാത്തപിക്കേണ്ട ഒരു ദിവസം വരും. എനിക്കൊരു പശ്ചാത്താപം ഉണ്ടാവില്ല. പശ്ചാത്തപിക്കും നിങ്ങൾ, ഇതെന്റെ വാക്കാ. ഒന്നും പറയാനില്ലാതെ ഇതുപോലെ ഉത്തരം മുട്ടുമ്പോഴേ ഇങ്ങനെയൊക്കെ പറയാൻ നല്ലതാ. പറഞ്ഞു ജയിച്ചു എന്ന് സ്വയം ആശ്വസിക്കാം. മക്കളെ, നിങ്ങൾ ഏത് നേരം ഇതിന്റെ ഒപ്പം കിടന്ന് കറങ്ങണ അത്ര നല്ലതല്ല. അത് സാരമില്ല, ഞങ്ങളുടെ അമ്മയല്ലേ, ഞങ്ങൾ അങ്ങ് സഹിച്ചു. അമ്മ ഈ ആരെ കാണാൻ പോയ കാര്യം പറയുന്നത്? ആദ്യം അച്ഛമ്മ പറഞ്ഞു, ഇപ്പൊ അച്ഛനും പറഞ്ഞിട്ട് പോയി. ഇപ്പം അമ്മയ്ക്ക് അതൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അമ്മ ചെയ്തതെല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണ്. അമ്മയെ നിങ്ങൾക്ക് വിശ്വസിക്കാം. നിങ്ങളുടെ അച്ഛൻ പറയുന്ന പോലെ ഒന്നും അല്ല അമ്മ. അതൊക്കെ ഞങ്ങൾക്കറിയാം. അമ്മ സമാധാനമായിട്ടിരിക്കും. അത് തന്നെ. മോനാണല്ലോ. മോനെ പറയടോ. എപ്പോഴാ വക്കീൽ നോട്ടീസ് അയക്കുന്നത്? താൻ തന്നെ അമ്മോട് സംസാരിച്ചോ? നിങ്ങൾ എന്നെ പറ്റി എന്താണ് വിചാരിച്ച വക്കീലെ? എന്റെ അമ്മ അവളെ തള്ളി പറഞ്ഞു. പിന്നെ അല്ല. അപ്പൊ ഇനി വക്കീൽ നോട്ടീസ് വന്നാലും അവരുടെ കൂടെ നിൽക്കാൻ ആരും കാണില്ല അല്ലേ? ആരും ഇല്ലേന്ന് ചോദിച്ചാ പിള്ളേരും പ്രകാശനൊക്കെ അവളോടൊരു ചായ്വുണ്ട്. അതൊന്നും സാരമില്ല. അമ്മ തള്ളി പറഞ്ഞ എല്ലാം കഴിഞ്ഞു. ഇനി താൻ വെയിറ്റ് ചെയ്തിരുന്നോ, ആവണിയുടെ കയ്യിൽ വക്കീൽ നോട്ടീസ് വരും. ആ ദിവസത്തിനു വേണ്ടി ഞാൻ കാത്തിരിക്കുക വക്കീലെ.